ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു തേങ്ങാച്ചോറിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട്. നമ്മുടെ വീഡിയോസ് കാണുന്നവരാരും എന്നല്ല, ഒന്നോ രണ്ടോ പേരൊക്കെ കമൻറ്റ് ചെയ്യും, ബാക്കി ആരും കമൻറ്റ് ചെയ്യാറില്ല കേട്ടോ. അപ്പം നിങ്ങൾക്ക് കമൻറ്റ് ടൈപ്പ് ചെയ്യാൻ ടൈമില്ലെങ്കിൽ ജസ്റ്റ് ഒരു ഹാർട്ട് ഇമോജിയെങ്കിലും കമൻ്റ് ആയിട്ട് ഇടുക കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. തേങ്ങാച്ചോറ് എങ്ങനെയാണ് ഞാൻ റെഡിയാക്കി എടുക്കണതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 5 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പം ഞാനിവിടെ മട്ട അരിയാണ് എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ ഡബിൾ ബോയിൽഡ് മട്ട അരിയാണ് കേട്ടോ. നിങ്ങൾക്ക് സിംഗിൾ ബോയിൽഡ് വേണമെങ്കിലും എടുക്കാം, പക്ഷേ ഡബിൾ ബോയിൽഡ് വെച്ചിട്ട് ചെയ്യുമ്പോൾ നല്ല ഒരു ടേസ്റ്റാണ്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ഉലുവയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഇതാ ഞാനിതിവിടെ നന്നായിട്ട് വാഷ് ചെയ്ത് വെള്ളം വരാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് തേങ്ങ ചിരവിയത് വേണം. ഞാനിവിടെ ഒരു വലിയ തേങ്ങ ചിരവിയതാണ് എടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങൾ കുറച്ചരിയാണ് എടുക്കണമെങ്കിൽ അതിനനുസരിച്ച് തേങ്ങ ചിരവിയത് എടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ കുക്കറിലാണ് തേങ്ങാച്ചോറ് റെഡിയാക്കാൻ പോണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്ത് വെച്ച അരി ഉലുവയൊക്കെ ഞാൻ കുക്കറിലേക്കൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ അതിലേക്ക് തേങ്ങ ചിരവിയതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ അതിലേക്ക് ഞാൻ കൊച്ചുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ എടുത്തിരിക്കുന്ന കൊച്ചുള്ളി കുറച്ച് വലിയ സൈസ് ആയതുകൊണ്ട് തന്നെ ഞാനൊരു 2-3 പീസൊക്കെ ആയിട്ടാണ് കട്ട് ചെയ്തിടുന്നത്. ചെറിയ കൊച്ചുള്ളി ആണെങ്കിൽ ഒരു 2 പീസായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ കൊച്ചുള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കല്ലുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ഇവയെല്ലാം കൂടി കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ആ തേങ്ങയും കൊച്ചുള്ളിയും ഒക്കെ നന്നായിട്ട് തന്നെ ആ അരിയിൽ മിക്സ് ആവണ വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കൊച്ചുള്ളിയുടെ ഫ്ലേവറൊക്കെ ഒന്ന് ആ അരിയിലോട്ട് ഇറങ്ങണം. അതുവരെ നന്നായിട്ട് തന്നെ നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. കൈ വെച്ച് തന്നെ മിക്സ് ചെയ്യണം കേട്ടോ. അപ്പോഴാണ് ആ ഒരു കൊച്ചുള്ളിയുടെ ഫ്ലേവറൊക്കെ നന്നായിട്ട് ആ അരിയിലേക്ക് ഇറങ്ങുള്ളൂ. അപ്പോൾ ഇതാ ഞാനിതിവിടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാനിവിടെ 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം അങ്ങനെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ കുക്കർ അടച്ച് വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പം ഞാനിവിടെ 3 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കുന്നുണ്ട്. നിങ്ങളെടുക്കുന്ന അരിയുടെ വേവിനനുസരിച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇനിയിപ്പോൾ ഒരു 3 വിസിൽ വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളെ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം. അപ്പോൾ നമ്മളെ തേങ്ങാച്ചോറ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ചിലരൊക്കെ ഈ തേങ്ങാച്ചോറ് റെഡിയാക്കുമ്പോൾ ശകലം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാറുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ മഞ്ഞൾപ്പൊടിയൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതാ നമ്മളെ തേങ്ങാച്ചോറൊക്കെ പാകത്തിന് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ തേങ്ങാച്ചോറ് ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ തേങ്ങാച്ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല ബീഫ് കറിയാണ് റെഡിയാക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമ്മളെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ.